Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കം വിലപ്പോകില്ലെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി.വി. രാജേഷ്. സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. മാടായി കോപ്പറേറ്റീവ് ബാങ്ക് സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അതിൻ്റെ സേവനങ്ങൾ ലഭ്യമാകുന്നതിലുള്ള വേഗത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ബാങ്കിലോ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ ബാങ്കിലോ പോയാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവരുടെ ആവശ്യമറിഞ്ഞ് പ്രതികരിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ നമ്മുടെ സഹകരണ മേഖല എന്ന് പറയുന്നത്. സഹകരണ മേഖലയുടെ ഒരു ഉരക്കല്ലെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കാരുണ്യ മനോഭാവമാണ്. ആളെ അറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള മനസ്സാണ്. അതാണ് നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ ബാങ്കുകൾ ഉണ്ടെങ്കിലും അത് ഷെഡ്യൂൾ ബാങ്ക് ആയാലും ന്യൂ ജനറേഷൻ ബാങ്ക് ആയാലും അതുപോലെ തന്നെ നോൺ ബാങ്കിങ് സാമ്പത്തിക സ്ഥാപനങ്ങളായാലും അവരെല്ലാം വളരെ സജീവവും സക്രിയവുമാണെങ്കിലും നാടിന്റെ വികസനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളാണ്. സാധാരണക്കാരന്റെ സുഹൃത്താണ് സഹകരണ സ്ഥാപനങ്ങൾ. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ചിലരുടെ ഗൂഢനീക്കം അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മാടായി ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. എ.പി. രജനി, ടി. മുരളി, ഗണേഷ് കുമാർ, കെ. നാരായണൻ, കെ.വി. നിമിഷ, കെ.വി. പ്രജീഷ്, പി. പ്രകാശൻ, എ.കെ. ഉദയൻ, കെ.വി. ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പഴയങ്ങാടി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അടച്ചിട്ടത് കരാറുകാരന്റെ അനാസ്ഥ എന്ന് എം വിജിൻ എം.എൽ.എ. ഒരാഴ്ചയ്ക്കകം ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തിക്കണമെന്ന് DTPCക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അല്ലാത്ത പക്ഷം നിലവിലെ കരാർ റദ്ദ് ചെയ്ത് പുതിയ ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നതിന് ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടതായും എം വിജിൻ എം.എൽ.എ. പറഞ്ഞു. പഴയങ്ങാടി പുഴയിൽ പ്രവർത്തിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അടച്ചിടാൻ കാരണം കരാറുകാരന്റെ അനാസ്ഥയാണെന്ന് എം വിജിൻ എം.എൽ.എ. പറഞ്ഞു. ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി പഴയങ്ങാടി പുഴയിൽ ആരംഭിച്ചത്. പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും നടത്തിപ്പിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേന ടെൻഡർ വിളിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാറുകാരന് നടത്തിപ്പിനായി വിട്ടു നൽകുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കരാറുകാരൻ അറ്റകുറ്റപ്രവൃത്തി നടത്താനുണ്ടെന്ന് പറഞ്ഞ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടുകയായിരുന്നു. കരാർ വ്യവസ്ഥ പ്രകാരം ചെറിയ മെയിൻ്റനൻസ് പ്രവൃത്തികൾ പദ്ധതി ഏറ്റെടുത്ത കരാറുകാരനാണ് നടത്തേണ്ടത്. ടൂറിസം വകുപ്പിന്റെയോ DTPCയുടെയോ അനുമതി തേടാതെയാണ് അടച്ചുപൂട്ടിയത്. ഇതടച്ചുപൂട്ടിയതോടെ നിത്യേന ഇവിടെ എത്തുന്നവർക്ക് ഏറെ പ്രയാസമാണ് ഉണ്ടാക്കിയത്. പ്രസ്തുത സ്ഥലം MLA പരിശോധിക്കുകയുണ്ടായി. ഇതിൽ നടത്തിപ്പുകാരുടെ ഭാഗത്ത് തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇത് DTPCയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കകം ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറന്നു പ്രവർത്തിക്കണമെന്ന് DTPCക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അല്ലാത്ത പക്ഷം നിലവിലെ കരാർ റദ്ദ് ചെയ്ത് പുതിയ ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നതിന് ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടതായും എം വിജിൻ MLA പറഞ്ഞു. കൃത്യമായി 5 കൊല്ലം നടത്തി കൊണ്ടുപോകേണ്ടതാണ്. അവരുടെ അടുത്ത് വന്ന വീഴ്ചയാണ്. ഇവർ DTPCയുടെ അനുമതി വാങ്ങിക്കണമെന്ന നിയമം നിൽക്കെ അനുമതി പോലും വാങ്ങിക്കാതെയാണ് ഇത് അടച്ചുപൂട്ടിയത്. തകരാറാണെന്ന് പറഞ്ഞ് പരിശോധിച്ചപ്പോൾ മൈനറായിട്ടുള്ള തകരാറുകൾ മാത്രമേ ഉള്ളൂ. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ഈ കരാറുകാർക്ക് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ കൂട്ടിയിട്ട് പണിയെടുക്കേണ്ട തകരാറുകൾ കാണുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ MLAയുടെ ശ്രദ്ധയിൽ അവർക്ക് പെടുത്താമായിരുന്നു. പക്ഷേ അത് പെടുത്തിയില്ല. ഇവർ സബ് കരാർ കൊടുത്തതാണ്. കരാറെടുത്ത് സബ് കൊടുത്തു. സബ് എടുത്ത കരാറുകാരൻ അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത് പൂട്ടിയത്. ഇത് ഗൗരവമായി തന്നെ കണ്ടിട്ടുണ്ട്.
ഇപ്പോൾ DDA തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ കരാറുകാരെ ടെർമിനേറ്റ് ചെയ്ത് നടപടി സ്വീകരിക്കും. തുടർന്ന് റീടെൻഡർ നൽകിക്കൊണ്ട് പുതിയ കരാറുകാരെ എടുക്കുന്നതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഒരാഴ്ചക്കുള്ളിൽ ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള കർശന നിർദ്ദേശമാണ് ഇപ്പോൾ കരാറുകാർക്ക് കൊടുത്തിട്ടുള്ളത്. ഉത്തര മലബാറിന്റെ ടൂറിസം രംഗത്ത് തന്നെ മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണിത്. ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കാൻ ഹൗസ് ബോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ ഏപ്പൂളിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ ഏപ്പൂളിൽ നിന്നും വിരമിക്കുന്ന PP രവീന്ദ്രൻ, K സുധാകരൻ എന്നിവർക്കുള്ള യാത്രയയപ്പും ചുമട്ടുതൊഴിലാളികളുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ആദിത്യൻ KV, ഇഷ K, നീരജ് K, യദുറാം S എന്നിവർക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമാനതകളില്ലാത്ത മാറ്റമാണ് ഈ തൊഴിൽ മേഖല നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു നിൽക്കുന്നതാണ്. ഇതിപ്പോൾ തൊഴിലാളി റിട്ടയർ ചെയ്ത് പോകുന്ന അവസരത്തിൽ സാമാന്യ മോശമല്ലാത്തൊരു പെൻഷൻ ക്ഷേമനിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് വലുതായിരുന്നു, ചെറുതല്ല. അതിന് പലരും സഹായിച്ചിട്ടുണ്ട്, ആ പോരാട്ടത്തിന് സഹായിച്ചിട്ടുണ്ട്, പല സംഘടനകളും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നയമെന്ന് പറയുന്ന കേരളത്തിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. ആ നിയമത്തിനകത്ത് ഒട്ടേറെ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് പ്രഖ്യാപിക്കപ്പെട്ടു. ഞാനിവിടെ സബ് കമ്മിറ്റിയുടെ ക്ഷേമനിധി സബ് കമ്മിറ്റിയുടെ അംഗമാണ്. INTUC പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി K മോഹനൻ ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ M പ്രദീപ് കുമാർ, BMS ജില്ലാ പ്രസിഡന്റ് K ശൈലേഷ്, TT രാജൻ, MV മനോഹരൻ, VV നിതീഷ്, K ഭവിത്, EGG, NV സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മധ്യവേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുന്നതിനു മുന്നോടിയായി തൊഴിലാളികളും യുവാക്കളും വിദ്യാർത്ഥി സംഘടനകളും നേതാക്കളും ചേർന്ന് തൃക്കരിപ്പൂർ ടൗണിലെ സ്കൂളുകളുടെ പരിസരം ശുചീകരിച്ചു. CITU, DYFI, SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇതര സംഘടനകൾക്ക് മാതൃകയായി ശുചീകരണം നടത്തിയത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHC ഹയർ സെക്കൻഡറി ബ്ലോക്കുകളുടെ പരിസരവും തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ വളപ്പുമാണ് സംഘടനാ നേതാക്കളും പ്രവർത്തകരും ശുചീകരിച്ചത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇഴജന്തുക്കൾ ഉൾപ്പെടെ ഭീഷണിയായ പശ്ചാത്തലത്തിലാണ് കാടുമൂടിയ ഭാഗം വെട്ടിനീക്കിയും വള്ളിപ്പടർപ്പുകളും ചപ്പുചവറുകളും ശുചീകരിച്ചത്. CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തുറക്കുന്നതിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുഴുവൻ സ്കൂളുകളിലും DYFIയുടെ നേതൃത്വത്തിലും അതുപോലെ CITU, SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി തൃക്കരിപ്പൂരിലെ കൂലേരി സ്കൂൾ, അതുപോലെ തൃക്കരിപ്പൂർ VHSC എന്നിവിടങ്ങളിൽ CITU, DYFI, SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി PC ഉമേഷ്, യൂണിറ്റ് സെക്രട്ടറി MK വിജയൻ, വൈസ് പ്രസിഡന്റ് K രാജേഷ്, DYFI നേതാക്കളായ KV യദു, സിദ്ദുലാൽ IT, C രാഹുൽ, SFI നേതാക്കളായ PV വിഷ്ണു, EV കൃഷ്ണപ്രിയ എന്നിവരാണ് സേവന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവള്ളൂർ യൂണിറ്റ് കൺവെൻഷനും വാർഷിക ജനറൽ ബോഡി യോഗവും ഓണക്കുന്നിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് KU വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവള്ളൂർ യൂണിറ്റ് കൺവെൻഷനും വാർഷിക ജനറൽ ബോഡി യോഗവും ഓണക്കുന്ന് ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് KU വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് 100ഓളം അംഗങ്ങളുള്ള 113 ആൾക്കാർ ആശയപ്രവർത്തന മെമ്പർമാരാണ്. അതും വളരെ സുബോധമായ ഒരു കാര്യമാണ്. ഇത്രയും ആൾക്കാർ ഈ ആശയപ്രവർത്തനയിൽ അംഗങ്ങളായി എന്നുള്ളത് തന്നെ 2 പേർക്ക് മൈനാത്ത സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും എല്ലാം സഹായിക്കും.
കുടുംബവും അവിടെ സ്ഥാപനത്തിലെ ജോലിക്കാരടക്കം ഈ ആശ്രമത്തിൽ ചേർക്കണം. ഈ വരുന്ന ചടങ്ങിൽ കെ ബാബുരാജ് അധ്യക്ഷനായി. ഓവുചാലും നടപ്പാതയും ഒരുക്കി സർവീസ് റോഡിലെ യാത്ര സുഗമമാക്കണമെന്ന ആവശ്യം കൺവെൻഷൻ പ്രമേയമായി അവതരിപ്പിച്ചു. MP തിലകൻ, EK നമ്പ്യാർ, M നാരായണൻ നമ്പൂതിരി, K സുരേഷ് കുമാർ, KS നാഗേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി വി നാരായണൻ പെരിയ ആചാരപ്പെട്ടു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി വി നാരായണൻ പെരിയ ആചാരപ്പെട്ടു. ഗുരുസ്ഥാനം വഹിക്കുന്നത് പടിഞ്ഞാറേ വീട്ടിൽ ബാബു കോമരം. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം പഞ്ചായത്തിൽ തരിശുനിലം കൃഷിയോഗ്യമാക്കി പഞ്ചായത്ത് ഭരണസമിതിയും കർഷകരും. കണ്ണപുരം ചെമ്മരവയലിലെ 5 ഏക്കറോളം വരുന്ന തരിശുനിലമാണ് ഇക്കുറി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. നാടിന്റെ കാർഷിക സമൃദ്ധി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി നെൽകൃഷിക്കൊരുങ്ങിയത്. പരമാവധി തരിശുനിലം കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതികളും ഇത്തവണ നടപ്പാക്കി വരുന്നുണ്ട്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കർഷകരുടെയും JLG ഗ്രൂപ്പുകളുടെയും സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത്. ഇതിനായുള്ള വിത്തുവിതയ്ക്കൽ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്തിലെ പരമാവധി കൃഷിഭൂമി ഇത്തവണ കൃഷിയോഗ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ആ മേഖലയിലൊക്കെ നമുക്ക് മുന്നേറിയ പോലെ തന്നെ നെൽകൃഷിയിലും മുന്നേറാൻ സാധിക്കണം എന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് ഇതിൻ്റെ വിജയം. ഈ വിജയമാണ് നമുക്ക് ഇനി വരുന്ന വർഷങ്ങളിലേക്കുള്ള ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ ആവേശം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഇന്നത്തെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. പൊതുവെ കർഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ, വലിയൊരു വെയിലില്ല, നല്ല മഴയും ഇല്ലാത്തൊരു നല്ലൊരു കാലാവസ്ഥയാണ്. പ്രേമ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പ്രസന്നൻ, TK ദിവാകരൻ, N ബാബുരാജ്, T മോഹനൻ, V മനോജ്, PB ഗോപാലൻ, KV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രതിനിധിയും പയ്യന്നൂർ പ്രിയദർശിനി മെമ്മോറിയൽ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പ്രിയദർശിനി മെമ്മോറിയൽ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്നും വിരമിക്കുന്ന അക്കൗണ്ടന്റ് VK പുരുഷോത്തമൻ, അറ്റൻഡർ MV ഗംഗാധരൻ എന്നിവർക്കുള്ള യാത്രയപ്പ് സംഘടിപ്പിച്ചു. യാത്രയപ്പ് സമ്മേളനം പയ്യന്നൂർ നിയോജക മണ്ഡലം MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യ ഘടകമാണ് എങ്കിലും അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം, ജനങ്ങളോടുള്ള പെരുമാറ്റം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ ഖ്യാതി നാട്ടിൽ പരക്കുന്നത് പ്രധാനമായും മൗത്ത് ക്യാമ്പയിനിലൂടെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രചരണം എന്നത്. സൊസൈറ്റി വൈസ് ചെയർമാൻ P ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉപഹാര സമർപ്പണം നടത്തി. കൗൺസിലർ PK ദിനു, VC നാരായണൻ, N അബ്ദുൽ ഖാദർ, M രാജീവൻ, ഡോക്ടർ പ്രസിൻ പ്രദീപ്, VM മാധവൻ എന്നിവർ പ്രസംഗിച്ചു. VK പുരുഷോത്തമൻ, MV ഗംഗാധരൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
RJD നേതാവായിരുന്ന AV കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കരിവള്ളൂരിൽ നടന്ന അനുസ്മരണ പരിപാടി സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RJD നേതാവായിരുന്ന AV കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കരിവള്ളൂർ RJD മന്ദിര പരിസരത്ത് നടന്ന അനുസ്മരണ പരിപാടി സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ഒരു മെമ്പർ പ്രവർത്തിക്കേണ്ടത് എന്ന് മറ്റവരെ കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന കക്ഷിയെ കാണിച്ചു കൊടുക്കാൻ കണ്ണാട്ടന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു കാര്യം. അത് ഇവിടുത്തെ കരിവള്ളൂരിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്ക് വലിയൊരു നഷ്ടമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ യുദ്ധവും അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ തിരിമറിയും നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. പലരും മാമദോസമ്മക്ക് BJPയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലതും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ഒന്നുകൂടി പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ K. സന്തോഷ് കുമാർ അധ്യക്ഷനായി. TTV കുഞ്ഞികൃഷ്ണൻ, AV ബാലൻ മാസ്റ്റർ, K. നാരായണൻ, തമ്പാൻ തൃക്കരിപ്പൂർ, PV ദാസൻ, K. ശോഭ, അത്തായി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാലവർഷം മുന്നിൽ കണ്ട് പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പയ്യന്നൂർ നഗരസഭയിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. വരും ദിവസങ്ങളിലും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കാലവർഷം മുന്നിൽ കണ്ട് നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പയ്യന്നൂർ നഗരസഭയിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ വാർഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് തടയുന്നതിനും തോടുകളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുമായി കൊറ്റി, വാടിപ്പുറം ഭാഗങ്ങളിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടായ പ്രധാന പ്രദേശങ്ങൾ നഗരസഭാ ചെയർമാൻ നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ അടിയന്തരമായി പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ കൗൺസിലർമാരായ ഷെരീഫ് TP, നസീമ ടീച്ചർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനൻ മാസ്റ്റർ, ക്ലീൻ സിറ്റി മാനേജർ കൃഷ്ണൻ PP, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത KV, അനീഷ് ലാൽ A തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ശുചീകരണ പരിപാടി തുടക്കം 2026 നടത്തി. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനകീയ മഹാശുചിത്വ യജ്ഞമായ തുടക്കം 2026 ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടി M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റൂ. സ്വയം അച്ചടക്കം പാലിക്കുക മാലിന്യ പ്രശ്നങ്ങളിൽ നിന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ബോധവൽക്കരണം അനിവാര്യമാണ്. ബോധവൽക്കരണ പരിപാടികൾ വേണം, ക്ലീനിങ്ങുകൾ വേണം. ആ നിലയിലേക്ക് അതോടൊപ്പം മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ആ നിലയിൽ ഈ പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റും. നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ വീടിന്റെ പരിസരം എന്ന പോലെ ശുചിത്വ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് തുടങ്ങാമെന്ന സന്ദേശവുമായാണ് ശുചീകരണ പരിപാടി നടന്നത്. മെഡിക്കൽ കോളേജിന്റെ വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ, സന്നദ്ധ സംഘടനകൾ എന്നിവർ പങ്കാളികളായി. ശുചീകരണ പരിപാടിയുടെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലിയും പ്രതിജ്ഞയും നടത്തി. ഉദ്ഘാടന യോഗത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അധ്യക്ഷയായി. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ഷിജി, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജ്, ഹോസ്റ്റലുകൾ, ആശുപത്രിയുടെ പരിസരം എന്നിവ അധ്യാപകരും മറ്റ് ജീവനക്കാരും സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥികളും ചേർന്ന് ശുചീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാചകവാതകത്തിന്റെ വിലക്കയറ്റം കുടുംബങ്ങളെ വിറകടുപ്പിലേക്ക് നയിക്കുന്നു. നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ വിറകടുപ്പിനെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പാചകവാതകത്തിന്റെ അമിതമായ വിലക്കയറ്റം മൂലം രാജ്യത്തെ ഗ്രാമീണ കുടുംബങ്ങൾ വിറകടുപ്പിലേക്ക് മാറുകയാണ്. നാട്ടിൻപുറങ്ങളിലും മറ്റും വിറക് തേടി പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഗ്യാസിന്റെ വിലക്കയറ്റവും വരുമാനത്തിലെ കുറവും വിലക്കയറ്റവുമെല്ലാം ഇതിനു പിന്നിലെ ഘടകങ്ങളാണ്. പാചകവാതകത്തിന്റെ വില 1000-നടുത്ത് എത്തി നിൽക്കുന്നു. ഇതാകട്ടെ 2 മാസം തികച്ച് ഉപയോഗിക്കാനാവില്ല. അതിനു മുൻപേ കാലിയാകും.
ചിലയിടത്ത് വാതിൽപ്പടി സേവനമില്ലാത്തതുകൊണ്ട് തന്നെ 100 രൂപ അധികം നൽകേണ്ടി വരുന്നുമുണ്ട്. ഗ്രാമങ്ങളിൽ വിറക് ലഭ്യമാണ്. റബ്ബർ തോട്ടങ്ങളിലും കശുമാവിൻ തോട്ടങ്ങളിലും മറ്റും ഉണങ്ങിയ വിറകുകൾ ശേഖരിക്കാനുണ്ട്. അടുക്കളയിലെ പുക സ്ത്രീകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നതായി അടുത്തിടെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. വില കൂടിക്കൂടി വരെയുന്നു. അതുകൊണ്ട് നമുക്ക് വെള്ളം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. നമ്മിങ്ങനെ ഇടുന്നെങ്കിലും വിറകെല്ലാം ഇങ്ങനെ ശേഖരിച്ചിട്ട് കഴിയുന്നുമില്ല. അങ്ങനെ വീട് കൊണ്ടുപോകാൻ അങ്ങനെല്ലാം തന്നെ ഒപ്പിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കർഷക തൊഴിലാളി യൂണിയൻ പേരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ TP ഗംഗാധരൻ ചികിത്സാ ഫണ്ടിലേക്ക് 1 ലക്ഷം രൂപ നൽകി. പുത്തൂർ പുന്നക്കോടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് KSKTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ P രമേശൻ തുക ഭാരവാഹികൾക്ക് ഏൽപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ പേരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ TP ഗംഗാധരൻ ചികിത്സാ ഫണ്ടിലേക്ക് 1 ലക്ഷം രൂപ നൽകി. KSKTU പേരളം നോർത്ത് വില്ലേജ് കമ്മിറ്റി മെമ്പറാണ് TP ഗംഗാധരൻ. പുത്തൂർ പുന്നക്കോടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് KSKTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ P രമേശൻ 1 ലക്ഷം രൂപയുടെ ചെക്ക് ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഏൽപ്പിച്ചു. സാധാരണ കുടുംബത്തിൽ, ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച് ഇല്ലായ്മകളോട് പടവെട്ടി ഒരു കർഷക തൊഴിലാളിയായി ജീവിതത്തിലുടനീളം ജീവിച്ച് ഏറ്റവും ഒടുവിൽ മാരകമായിട്ടുള്ള അസുഖത്തിന് വിധേയമായി ഗംഗാധരൻ ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിലാണ്. ആ മനുഷ്യനെ സഹായിക്കുക എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു ഉത്തരവാദിത്തമായി കണ്ട് നാട്ടിലെ സുമനസ്സുകളായിട്ടുള്ള ആളുകളെല്ലാം ചേർന്ന് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് എല്ലാ മനുഷ്യരും അതിൽ ഒരു നിറം വ്യത്യാസമില്ലാതെ ഗംഗാധരൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റിയിലേക്ക് കഴിയാവുന്ന സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ചടങ്ങിൽ KP ശ്രീധരൻ അധ്യക്ഷനായി. പാവൂർ ദാമോദരൻ, T ഗോപാലൻ, K മധു, K രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തവിടുശ്ശേരി നോർത്തിലെ അധികൃത ചികിത്സാ സഹായാർത്ഥം ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സമാഹരിച്ച തുക ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി. പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെക്ക് ഏറ്റുവാങ്ങി. തവിടുശ്ശേരി നോർത്തിലെ അധികൃത ചികിത്സാ സഹായാർത്ഥം ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സമാഹരിച്ച തുക ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി. റിധാന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. മാത്തിൽ CK സ്മാരക ഹാളിൽ വെച്ച് സഹായ കമ്മിറ്റി ചെയർമാൻ K കമലാക്ഷനിൽ നിന്ന് പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് 47,000 രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി. നമ്മൾ ഈ കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് ഇതിൻ്റെ കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യം 50 ലക്ഷം രൂപയാണ്. തവിടുശ്ശേരി പോലൊരു പ്രദേശത്ത് നിന്ന് 50 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എങ്ങനെ എന്ന ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ 40 ലക്ഷം രൂപ ഇപ്പോൾ നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ കയ്യെത്തും ദൂരത്ത് നമ്മളിപ്പോൾ എത്തി. അപ്പോൾ ഇതിനിടയിൽ ഈ കമ്മിറ്റി രൂപീകരിച്ച് ഒരു 10 ദിവസം ഇതിൻ്റെ അക്കൗണ്ട് ശരിയാകുന്നതിന് വേണ്ടി താമസം വന്നിട്ടുണ്ട്. ചടങ്ങിൽ VV ഭാസ്കരൻ, KE വിനോദ്, അബ്ദുൽ ഗഫൂർ, സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. 40 ലക്ഷം രൂപ. സർവീസിൽ നിന്നും വിരമിക്കുന്ന കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MP വിനോദ് കുമാറിന് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സർവീസിൽ കഴിയുമ്പോൾ തന്നെ റിട്ടയർമെന്റിന്റെ തീയതി കൂടെ കുറിച്ചിരുന്നു. ഇവിടെ ഇത് സർവീസ് മേഖലയായാലും വ്യവസായ മേഖലയായാലും ഒക്കെ തന്നെ എപ്പോഴാണ് യൂണിറ്റ് പ്രവേശിക്കുന്നത് ആ ദിവസം തന്നെ നമ്മൾ പിരിയുന്ന ദിവസം വന്ന് തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ അതൊരു സാധാരണ തന്നെയാണ്. അപ്പോൾ അതിന് ഇന്ന് നാളത്തോടുകൂടി ഇന്നത്തോട് സെക്രട്ടറി നമ്മൾ സർവീസിൽ വിരമിക്കുകയാണ്. ഞാൻ സെക്രട്ടറി തമ്മിൽ പഠിച്ചത് ഈ നവംബർ മാസം മുതലാണ്. നവംബർ മാസം മുതൽ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ സമയം മുതൽ പരിചയം
29 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MP വിനോദ് കുമാറിന് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. കൃഷിയെയും പ്രകൃതിയെയും ഏറെ സ്നേഹിക്കുന്ന MP വിനോദ് കുമാറിന് പൊന്നാടയും വെങ്കല ശില്പത്തിനു പുറമെ കുഞ്ഞിമംഗലം മാവിൻ തൈകൾ, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയുടെ തൈകൾ നൽകിയത് ഏറെ പുതുമയുള്ളതായി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ, MV ദീപു, സതീശൻ പുളുക്കു, C രജനി, വാർഡ് മെമ്പർമാർ, ജീവനക്കാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന സംഘം സെക്രട്ടറി KV പത്മിനിക്ക് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓണക്കുന്ന് കരിവെള്ളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും 29 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സംഘം സെക്രട്ടറി KV പത്മിനിക്ക് യാത്രയയപ്പ് നൽകി. കുണിയൻ യുവപ്രതിഭ ഗ്രന്ഥാലയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് അതിനെ സജീവമാക്കാൻ വേണ്ടി പത്മിനിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അതിന്റെ പ്രസിഡന്റുമാരിൽ ഒരാളാണ് അദ്വൈസ്. ആ അദ്വൈസിന് ശേഷം PP കണ്ണാട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണാട്ടനും ഈ പറയുന്ന ഇതൊന്നും ഞാൻ മനസ്സിലാക്കുന്ന ഓണറേറിയൊന്നും എടുക്കാതെ അതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിൽ കണ്ണാട്ടൻ വഹിച്ചിട്ടുള്ള പങ്ക്. അതിനുശേഷം ഇപ്പോൾ ഭാസ്കരേട്ടൻ എന്ന് പറഞ്ഞാൽ അതിലെ ജീവനക്കാരോടൊപ്പം അതിന്റെ ഡയറക്ടർമാർ എന്നുള്ള നിലയിൽ, അതിന്റെ പ്രസിഡന്റുമാർ എന്നുള്ള നിലയിൽ അവരുടെ കൂടി ഒരു കൂട്ടായ്മ, ജീവനക്കാരും ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റുമാരും എല്ലാം ചേർന്ന് കെട്ടിപ്പടുത്തതാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പ്രീത അധ്യക്ഷയായി. പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ രമ്യ K ഉപഹാര സമർപ്പണം നടത്തി. M ഭാസ്കരൻ, ഗിരീഷ് കുമാർ AK, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുൺ ചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ വേണുഗോപാലൻ മാസ്റ്റർ, E പ്രഭാവതി, MTP അബ്ദുള്ള, കുഞ്ഞികൃഷ്ണൻ P, ദിനേശ് കുമാർ PP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ ദിനേശ് BD 1-ാം ബ്രാഞ്ചിലെ തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നൽകി. ഇന്നിപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് സർവീസിൽ നിന്ന് 16,000 ജീവനക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ദിവസം തന്നെയാണ് നിന്നും ചെയ്യുന്നത്. 42,000-ഓളം തൊഴിലാളികൾ തൊഴിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്, ഒരു സഹകരണ സ്ഥാപനമാണ്. ലോകത്ത് തന്നെ ഒരു സഹകരണ സ്ഥാപനം, ആ സ്ഥാപനത്തിനകത്ത് 42,000 തൊഴിലാളികൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരള ദിനേശ് മാത്രമാണ്. പയ്യന്നൂർ ദിനേശ് BD 1-ാം ബ്രാഞ്ചിലെ തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. TV ഗീത, V തങ്കമണി, KV രുക്മിണി, M നളിനി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. NV ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷനായി. PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നടത്തി. രഞ്ജിത്ത്, മൂലശ്ശേരി നാരായണൻ, തമ്പാൻ, പുഷ്പലത, PP ഓമന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂർ ആലങ്കീഴിൽ ആൽമരം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ പ്രഥമ ശുശ്രൂഷ ക്ലാസ് സംഘടിപ്പിച്ചു. ആലങ്കീഴിൽ പരിസരത്ത് നടന്ന പരിപാടിയിൽ ഡോക്ടർ പ്രസിൻ പ്രദീപ് ക്ലാസ് നയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ, അപകടങ്ങളിൽ പരിക്കേറ്റവരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട വിധം, ജീവൻ രക്ഷാ നടപടികൾ എന്നിവയെക്കുറിച്ചാണ് ക്ലാസ് നടന്നത്. പരിപാടിയിൽ കൂട്ടായ്മ സെക്രട്ടറി പ്രമോദ് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, പ്രദേശവാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നതിനും സഹായകമായ ക്ലാസ് പങ്കെടുത്തവർക്ക് പ്രയോജനകരമായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.